അഥവാ കൊറോണ വൈറസ് ബാധയെ പ്രതിരോധിക്കാൻ സഹകരിക്കാത്തതിന് നരഹത്യക്ക് അധികൃതർ കേസെടുത്തതോടെ വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി മാപ്പ് പറഞ്ഞ് കൊറിയൻ മതനേതാവും പാസ്റ്ററുമായ ലീ മാൻ ഹി. വാർത്താ സമ്മേളനത്തിൽ മുട്ടുകൾ കുത്തി കൈകൾ തറയിൽ തൊട്ടാണ് ലീ മാൻ ഹി രാജ്യത്തോട് ക്ഷമാപണം നടത്തിയത് തന്നെ. ഇതിന് പിന്നിൽ ഒരു കാരണം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ 2 വട്ടം തന്റെ തല കുനിച്ച് അദ്ദേഹം തറയിൽ മുട്ടിക്കുകയും ചെയ്തിരുന്നു. പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്താൽ കൊറോണ പടരില്ലെന്ന് പറഞ്ഞ് വിശ്വാസികളെ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുപ്പിച്ചതിൽ 9,000-ലേറെ പേർക്ക് കൊറോണ പിടിപെടുകയുണ്ടായി. ഇതിലൂടെ അധികൃതരെ വെല്ലുവിളിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും കോവിഡിനെ പ്രതിരോധിക്കാൻ മുൻകരുതലുകൾ എടുത്തിട്ടും ചെറുക്കാൻ സാധിച്ചില്ലെന്നും ഹി ക്ഷമാപണത്തിൽ പറയുകയും ചെയ്തു. 4,000-ലധികം പേർക്കാണ് ദക്ഷിണ കൊറിയയിൽ COVID-19 സ്ഥിരീകരിച്ചിരുന്നത്. ഇതിൽ 60%-ലധികവും ഹിയുടെ അനുയായികളെന്നാണ് പറയപ്പെടുന്നത്. ദക്ഷിണ കൊറിയയിൽ രോഗം വരാതിരിക്കാനായി ഹി സംഘടിപ്പിച്ച സുവിശേഷ യോഗത്തിൽ പങ്കെടുത്ത 9,000 പേർക്കും കൊറോണ ബാധ ലക്ഷണങ്ങളെന്ന് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഷിൻചെയോങ്ങി ചർച്ച് ഓഫ് ജീസസ് അധ്യക്ഷനായ ലീ മാൻ ഹിക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തീരുമാനിച്ചത്. വൈറസ് ബാധ പടർത്തിയെന്ന പരാതിയെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഫെബ്രുവരി 10-നാണ് ഹിയുടെ അനുയായിയായ 61-കാരിക്ക് പനിയുണ്ടായത്. എന്നാൽ ചികിത്സ തേടാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടും പനി വകവയ്ക്കാതെ ഇവർ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ നിരന്തരം പങ്കെടുക്കുകയും ചെയ്തു. തന്റെ യോഗത്തിൽ പങ്കെടുത്താൽ രോഗബാധ ഭയക്കേണ്ടതില്ലെന്ന് ലീ മാൻ ഹി പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് യുവതി പങ്കെടുത്തത് തന്നെ. ഡേഗുവിൽ ഷിൻചെയോഞ്ചി ചർച്ച് സംഘടിപ്പിച്ച പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത 9,000 പേരിലും കൊറോണ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണം ഇത് ചട്ടങ്ങൾ ലംഘിച്ച് നടത്തിയ സമ്മേളനമാണെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് പാസ്റ്റർക്കെതിരെ നടപടിയെടുത്തത്. ഇതുവരെ ദക്ഷിണ കൊറിയയിൽ COVID-19 ബാധിച്ച് 28 പേരാണ് മരിച്ചത്. 4,000-ഓളം പേർ ചികിത്സയിലാണ്. ഇവരിൽ പകുതിയും ലീ മാൻ ഹിയുടെ അനുയായികളാണെന്ന് അധികൃതർ അറിയിച്ചു. വിശ്വാസികൾക്ക് ദക്ഷിണ കൊറിയ നൂറ്റാണ്ടുകളായി ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ പിൻഗാമിയാണ് കൊറിയൻ മതനേതാവും പാസ്റ്ററുമായ ലീ മാൻ ഹി. താൻ മിശിഹ ആണെന്ന് പരസ്യമായി അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് വിശ്വാസികൾ ഇദ്ദേഹത്തെ അന്ധമായി വിശ്വസിച്ചിരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.